ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു i4CUT ട്രാക്ക്. സോ നമ്മൾ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. സെറ്റ്സ് എല്ലാവർക്കും അറിയുന്ന ടോപ്പിക് ആയിരിക്കും, ആദ്യം പഠിക്കുന്ന ഒരു ടോപ്പിക് ആയിരിക്കും സെറ്റ്സ് എന്നുള്ളത് അല്ലേ. അപ്പൊ എന്താണ് ഈ സെറ്റ്സ്? സെറ്റ്സ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റിനാണ് സെറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് സെറ്റാണ്. അതായത് ആ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒരു ഡിഫൈൻഡ് ആണ്, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പോൾ അതൊരു സെറ്റാണ്. ദെൻ റിവേഴ്സ് ഇൻ കേരള, ലിസ്റ്റ് ഓഫ് ദി റിവേഴ്സ് ഇൻ കേരള എന്ന് പറയുന്നത് എന്താണ്? അതും ഒരു സെറ്റാണ്. ബിക്കോസ് എന്തായിരിക്കും, അതും ഒരു വെൽ ഡിഫൈൻഡ് ആണ്. ഏതൊക്കെ റിവറാണ് ഉള്ളത് എന്നുള്ള ഒരു വെൽ ഡിഫൈൻഡ് ആണ്. അപ്പൊ അതും ഒരു സെറ്റാണ്. അപ്പൊ സെറ്റ് അല്ലാത്തത് എന്തായിരിക്കും? സെറ്റ് അല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സെറ്റാണോ? അതായത് ബെസ്റ്റ് സ്റ്റുഡൻസ് ഇൻ 10th A, ഓക്കെ, ബെസ്റ്റ് സ്റ്റുഡൻസ് ഇൻ 10th A എന്ന് പറയുന്നത് ഒരു സെറ്റാണോ? അതൊരു സെറ്റ് അല്ല. ബിക്കോസ് എന്തായിരിക്കും, 10th A ബെസ്റ്റ് സ്റ്റുഡൻറ് എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർക്ക് രണ്ട് സ്റ്റുഡൻസ് ആയിരിക്കും മേ ബി ബെസ്റ്റ് എന്ന് പറയുന്നത്, വേറെ ടീച്ചർക്ക് വേറെ രണ്ട് സ്റ്റുഡൻസ് ആയിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ പേഴ്സൺ ടു പേഴ്സൺ അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ എന്താണ്, അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ല. സോ അതെന്തല്ല, ഒരു സെറ്റ് അല്ല. അതാണ് സെറ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ് സെറ്റ് എന്ന് പറയുന്നത്. ദെൻ സെറ്റിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോ റിപ്പീറ്റേഷൻ ഓഫ് എലമെന്റ്സ്. അതായത് ഇപ്പോൾ 1 2 3 4 ഇതൊരു സെറ്റാണ്. ഓക്കെ, ഇതൊരു സെറ്റാണ്. ഇത് നമുക്ക് 1 2 3 4 2 3 ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ബിക്കോസ് എന്താണ്, നമ്മൾ പറഞ്ഞു നോ റിപ്പീറ്റേഷൻ ഓഫ് എലമെന്റ്സ്. നോ റിപ്പീറ്റേഷൻ ഓഫ് എലമെന്റ്സ് ആണ്. അതായത് എലമെന്റ്സ് ഇതിൽ എന്താവില്ല, റിപ്പീറ്റ് ചെയ്യില്ല. ഇത് എത്ര 3 ഉണ്ടെങ്കിലും ഇതിന് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. സോറി 2 3 1 2 3 4 ഇങ്ങനെ എഴുതിയാൽ മതി. 3നെ പിന്നെയും 2നെ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, റിപ്പീറ്റേഷൻ ഓഫ് എലമെന്റ്സ് ഉണ്ടാവില്ല സെറ്റിൽ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് സെറ്റിൽ ഓർത്ത് വെക്കേണ്ടത്. സെറ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ് ആൻഡ് നോ റിപ്പീറ്റേഷൻ ഓഫ് എലമെന്റ്സ്. ഓക്കെ, ദെൻ കുറച്ച് കളക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ സെറ്റ് എന്നാണ് നോക്കണ്ടേ. അപ്പൊ ഫസ്റ്റ് നോക്കിക്കേ, ദ കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഇൻ എ ഇയർ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ ജെ. ഒരു ഇയറിലുള്ള മന്ത് ബിഗിനിങ് വിത്ത് ലെറ്റർ ജെ, ജെയിൽ തുടങ്ങുന്ന മന്ത്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതൊരു കളക്ഷൻ അല്ലേ? ബിക്കോസ് ജാനുവരി, ഫെബ്രുവരി ഇല്ല, മാർച്ച് ഇല്ല, ഏപ്രിൽ ഇല്ല, മെയ്, ജൂൺ ഉണ്ടാവും, ജൂലൈ ഉണ്ടാവും. അങ്ങനെ ഇത് വെൽ ഡിഫൈൻഡ് ആണ് അല്ലേ? അത് മാറുന്നില്ലല്ലോ, അതൊരു വെൽ ഡിഫൈൻഡ് ആണ്. അപ്പൊ ഇതെന്താണ്, ഇതൊരു സെറ്റ് ആണ് അല്ലേ. അടുത്ത നോക്കിക്കേ, ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. അപ്പൊ മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സെറ്റ് അല്ല. ബിക്കോസ് എന്തായിരിക്കും, എനിക്ക് ഇഷ്ടപ്പെട്ട റൈറ്റർ ആയിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലല്ലോ. അപ്പൊ പേഴ്സൺ ടു പേഴ്സൺ അത് മാറും അല്ലേ. അപ്പൊ അതൊരു വെൽ ഡിഫൈൻഡ് അല്ല. സോ ഇതെന്തല്ല, ഒരു സെറ്റ് അല്ല. ദെൻ അടുത്ത് നോക്കിക്കേ, എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദി വേൾഡ്. അപ്പോൾ ബെസ്റ്റ് ക്രിക്കറ്റ് മാൻ ഓഫ് ദി വേൾഡ് ആ ചോദിച്ചിട്ടുള്ളത്. ആ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ അതും ഒരു സെറ്റ് അല്ലേ അല്ലേ. അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ ബെസ്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ല. ബിക്കോസ് എന്താണ്, ഈ ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേറെ ആയിരിക്കും, എനിക്ക് വേറെ ആയിരിക്കും, എല്ലാവർക്കും പേഴ്സൺ ടു പേഴ്സൺ വേറെ വേറെയാണ് വരിക. അത് വെൽ ഡിഫൈൻഡ് അല്ല ഒരിക്കലും. സോ എന്താണ്, ഈ ബെസ്റ്റ് എന്ന് പറയുന്നത് ബെസ്റ്റ് മോസ്റ്റ് ടാലന്റഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരിക്കലും ഒരു സെറ്റ് ആവില്ല. ഓക്കെ, അപ്പൊ ഇതും ഒരു സെറ്റ് അല്ല. അടുത്ത് നോക്കിക്കേ, ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ആണ് അല്ലെ. എന്തായിരിക്കും അതെന്ന് പറയുന്നത്, ഞാൻ നോക്കിയാലും നിങ്ങൾ നോക്കിയാലും നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതൊരു വെൽ ഡിഫൈൻഡ് ആണ്. അത് വെൽ ഡിഫൈൻഡ് ആണ്. അത് എനിക്ക് നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ 10ഉം നിനക്ക് നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ 20ഉം ആവില്ലല്ലോ. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. സോ അതൊരു വെൽ ഡിഫൈൻഡ് ആണ്. അപ്പൊ ഇതെന്താണ്, ഇതും ഒരു സെറ്റ് ആണ്. ദെൻ അടുത്ത് നോക്കിക്കേ, ദ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. അപ്പോൾ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100 എന്ന് പറയുന്നത് എന്താണ്, ഒരു സെറ്റ്സ് ആണ് അല്ലെ. 100 താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു വെൽ ഡിഫൈൻഡ് ആണ്. സോ ഇതും ഒരു സെറ്റ് ആണ്. അടുത്ത് നോക്കിക്കേ, എ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഓഫ് ദി വേൾഡ്. അപ്പോൾ മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ ഓഫ് ദി വേൾഡ് എന്ന് പറയുന്നത് എന്താ, അതൊരിക്കലും സെറ്റ് അല്ല. ബിക്കോസ് എന്താണ്, അതൊരു വെൽ ഡിഫൈൻഡ് അല്ല. ബിക്കോസ് ഈ കടുവനെ വരെ പുലിനെ വരെ വളർത്തുന്നവരുണ്ട് ചില ആൾക്കാർ. അത് ഡേഞ്ചറസ് ആണെന്ന് തോന്നാത്തവരുണ്ട് ചില ആൾക്കാർ. അപ്പൊ ഒരാൾക്ക് നിങ്ങൾക്ക് ഡേഞ്ചറസ് ആണ് തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് ഡേഞ്ചറസ് ആണെന്ന്
തോന്നേണ്ടതില്ല. സോ എന്താണ്, അതൊരു വെൽ ഡിഫൈൻഡ് അല്ല. സോ എന്തായിരിക്കും, ഇതും ഒരു സെറ്റ് അല്ല. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് സെറ്റ്സ്. ഇനി നമ്മൾ സെറ്റ്സിന്റെ ടൈപ്സ് ആണ് പറയാൻ പോകുന്നത്. നൾ സെറ്റ് ഓർ എംപ്റ്റി സെറ്റ്. നൾ സെറ്റ് ഓർ എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റിനെയാണ് നൾ സെറ്റ് ഓർ എംപ്റ്റി സെറ്റ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ വയനാട്ടിലെ കടൽ തീരങ്ങൾ. വയനാട്ടിലെ കടൽ തീരങ്ങൾ എന്ന് പറയുന്ന സെറ്റിൽ ഏതെങ്കിലും എലമെന്റ്സ് ഉണ്ടാവോ? ബിക്കോസ് വയനാട്ടിൽ കടലില്ലല്ലേ. അപ്പൊ എന്തായിരിക്കും, ആ ഒരു കളക്ഷനിൽ ആ ഒരു സെറ്റിൽ ഒറ്റ എലമെന്റ്സും ഉണ്ടാവില്ല. അങ്ങനെയുള്ള എലമെന്റ്സ് ഇല്ലാത്ത സെറ്റിനാണ് എന്ത് പറയാ, എംപ്റ്റി സെറ്റ് ഓർ നൾ സെറ്റ് എന്ന് പറയാം. ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇങ്ങനെ കേളി ബ്രാക്കറ്റ്, വെറുതെ കേളി ബ്രാക്കറ്റ് ഇട്ട് വെക്കും, അല്ലെങ്കിൽ ഫൈ എന്നാണ് ഇത് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, കേളി ബ്രാക്കറ്റ് വെറുതെ ഇട്ട് വെക്കും, അല്ലെങ്കിൽ ഫൈ എന്നാണ്. ഈ രണ്ട് രീതിയിലാണ് നമ്മൾ എന്താക്കുക, റെപ്രസെന്റ് ചെയ്യുക. then അടുത്ത നോക്കിക്കേ, സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയാം. അതായത് 1 ഇതിൽ 1 മാത്രമേ ഉള്ളൂ, 3 മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 2 എന്ന് പറയുന്നത് എന്താണ്, ഒരു സെറ്റ് 1 മാത്രം ഉള്ളതാണ് അല്ലേ. അപ്പൊ എന്തായിരിക്കും, ഈ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. ദെൻ ഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെന്റ്സ് ആയിരിക്കും ഫൈനൈറ്റ് സെറ്റിൽ ഉണ്ടാവുക. ഓക്കെ, കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെന്റ്സ് ആണെങ്കിൽ അതിനെന്ത് പറയും, ഫൈനൈറ്റ് സെറ്റ് എന്നാണ് പറയാ. ഓക്കെ, 1 2 3 4 അതൊരു കൗണ്ടബിൾ ആണ് അല്ലെ. 1 2 3 4 4 വരെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു കൗണ്ടബിൾ ആണ്, അതൊരു ഫൈനൈറ്റ് സെറ്റ് ആണ്. സോ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെന്റ്സ് ആണെങ്കിലാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. ദെൻ ഇൻഫൈനൈറ്റ് സെറ്റ്. ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ എന്താണ് പറയാ, ഇൻഫൈനൈറ്റ് സെറ്റ് എന്നാ പറയാ. അതായത് നമ്മൾ 1, 2, 3, എക്സെട്ര അങ്ങനെ പോവാ. എത്ര വരെ പോകുന്നുണ്ട് നമുക്കറിയില്ല, ഇങ്ങനെ പോകുന്നുണ്ട്, ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. അപ്പൊ എന്താണ്, അതൊരു കൗണ്ടബിൾ അല്ല ഒരിക്കലും അല്ലെ. അപ്പൊ എന്താണ് ഇത്, ഇൻഫൈനൈറ്റ് സെറ്റ് ആണ് ഇത് എന്ന് പറയാം. ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ എലമെന്റ്സ് ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയാ, ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. ദെൻ ഈക്വൽ സെറ്റ്. ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ 2 സെറ്റ് ഈക്വൽ ആണ് എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയോ, ആ 2 സെറ്റിലും സെയിം നമ്പർ ഓഫ് എലമെന്റ്സും ആവണം, സെയിം എലമെന്റ്സും ആവണം. അതായത് 1 2 3 4 ഈക്വൽ ടു വേറെ സെറ്റ് ആവണ എന്തായിരിക്കും, ഇവിടെയും 1 2 3 4 ആയിരിക്കും. വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ XYZ ഈസ് ഈക്വൽ ടു 1 2 3 ആണെന്ന് വെച്ചോ. നമ്മളോട് പറഞ്ഞു XYZ എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഈക്വൽ ആണ് 1 2 3 എന്ന് പറഞ്ഞ സെറ്റിനോട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം, x is equal to 1 ആണ്, and y equal to 2 ആണ്, z is equal to 3 ആണ്. ഓക്കെ, അതായത് ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് എലമെന്റ്സും ആയിരിക്കും, ദെൻ സെയിം എലമെന്റ്സും ആയിരിക്കും. ഓക്കെ, സെയിം എലമെന്റ്സ് ആണ് 2 സെറ്റിലും ഉണ്ടാവുക. അപ്പോഴാണ് നമ്മൾ 2 സെറ്റിനെ ഈക്വൽ എന്ന് പറയുന്നത്. ഈ x ഈക്വൽ ടു 1 ആവുമ്പോഴേ എന്താവുന്നുള്ളൂ, x ഈക്വൽ ടു ചിലപ്പോൾ അങ്ങനെ x ഈക്വൽ ടു 1 ആവാം, 2 ആവാം, 3 ആവാം. ഓക്കെ, എക്സ് ഇതിൽ ഏതെങ്കിലും ഒരു എലമെന്റ് ആയിരിക്കും, വൈയും ഇതിൽ ഏതെങ്കിലും ഒരു എലമെന്റ് ആയിരിക്കും, സെഡും ഇതിൽ ഏതെങ്കിലും ഒരു എലമെന്റ് ആയിരിക്കും. അപ്പോഴാണ് നമ്മൾ ഇതിനെ ഈക്വൽ സെറ്റ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ അത്രയും ടൈപ്സ് ഓഫ് സെറ്റ് ആണ് നമുക്കുള്ളത്. ദെൻ റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ് ആണ് നമ്മൾ പറയുന്നത്. റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ് എന്ന് പറയുന്നത് 2 രീതിയിൽ നമുക്ക് സെറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ നേരത്തെയൊക്കെ ഒരു കേളി ബ്രാക്കറ്റ് ഇട്ടിട്ടായിരുന്നു റെപ്രസെന്റ് ചെയ്തത് അല്ലെ. 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റ് എഴുതുമ്പോൾ ഒരു കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഓരോ നമ്പേഴ്സും അല്ലെങ്കിൽ ഓരോ എലമെന്റ്സും കോമ ഇട്ടായിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സെറ്റിന് ആ ഒരു റെപ്രസെന്റേഷൻ ആണ് നമ്മൾ പറയുന്നത് ടാബുലാർ ഓർ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ആ ഒരു റെപ്രസെന്റേഷൻ ആണ് നമ്മൾ പറയുന്നത് ടാബുലാർ ഓർ റോസ്റ്റർ ഫോം എന്ന്. ഓക്കെ, അതായത് നമ്മൾ എലമെന്റ്സിനെ കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കോമ ഇട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം നമ്മൾ ടാബുലാർ ഫോം ഓർ റോസ്റ്റർ ഫോം എന്ന് പറയാം. ദെൻ എന്തായിരിക്കും സെറ്റ് ബിൽഡർ ഫോം? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. അതായത് സെറ്റ് ബിൽഡർ ഫോം പഠിക്കുന്നതിന് മുന്നേ കുറച്ച് ടേംസ് ആലോചിച്ച് വെക്കണം. അതായത് ബിലോങ്സ് ടു, മനസ്സിലാവുന്നുണ്ടോ? ബിലോങ്സ് ടു അതായത് എ എന്ന് പറഞ്ഞൊരു സെറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്.
ദെൻ 3 ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ 3 എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ സെറ്റിലുള്ള ഒരു എലമെന്റ് ആണ് എന്നാണ്. ഓക്കെ, 3 എന്ന് പറഞ്ഞത് എ എന്ന് പറഞ്ഞ സെറ്റിലെ ഒരു എലമെന്റ് ആണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ നോട്ട് ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ 3 നോട്ട് ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ എന്നാണ്. എ എന്നുള്ള സെറ്റിലുള്ള ഒരു എലമെന്റ് അല്ല 3 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബിലോങ്സ് ടു, നോട്ട് ബിലോങ്സ് ടു, ദെൻ വേറെ ഒന്നാണ് സച്ച് ദാറ്റ് എന്ന് എഴുതാം. ഒന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും, അല്ലെങ്കിൽ ഒരു ലൈൻ ഇടും. ഇതൊക്കെ എന്താണ്? സച്ച് ദാറ്റ് ആണ്. ഓക്കെ, സച്ച് ദാറ്റ് ആണ്. ഇതിനാണ് നമ്മൾ എന്ത് പറയാ? സച്ച് ദാറ്റ് എന്ന് പറയാം. ഓക്കെ, ഈ ഒരു 3 ടേം നിങ്ങൾ പഠിച്ചു വെക്കണം സെറ്റ് ബിൽഡർ ഫോം എഴുതുന്നതിന് മുന്നേ. ദെൻ നമുക്ക് ഈ 1 2 3 നമ്മൾ ടാബുലാർ ഫോമിൽ എഴുതിയില്ലേ? ദെൻ അതിന് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ് എഴുതുക എന്ന് വെച്ചാൽ, എന്നാണ് ഈ സെറ്റിന്റെ നെയിം എന്ന് വെച്ചോ. ദെൻ എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4, എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എൻ. ഇങ്ങനെ ആയിരിക്കും എഴുതുക. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലെ എല്ലാ എലമെന്റിനെയും ഒരൊറ്റ നെയിമിൽ റെപ്രസെന്റ് ചെയ്യാണ്. ഒരൊറ്റ എക്സ് എന്ന് പറഞ്ഞ ഒരു നെയിമിൽ റെപ്രസെന്റ് ചെയ്യാണ് ഇതിലെല്ലാ എലമെന്റിനെയും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് എ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് സച്ച് ദാറ്റ് എ എന്ന് പറഞ്ഞാൽ എയിലുള്ള ഒരു എലമെന്റ് ആണ് എക്സ്. എക്സ് പക്ഷെ ആരാണ്? 0ക്കും 4നും ഇടയിലുള്ള നമ്പേഴ്സ് ആണ്. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4. 0ക്കും 4നും ഇടയിലുള്ള നമ്പർ ആണ് എക്സ്. എക്സ് പറയാണ് ഞാൻ 0ന്റെയും 4ന്റെയും ഇടയിലുള്ള നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ എക്സ് പറയാണ് 0ന്റെയും 4ന്റെയും ഇടയിലുള്ള നമ്പർ ആണ് ഞാൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അതിൽ 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും. 1ഉം 2ഉം 3ഉം ഒക്കെ എന്താണ്? എക്സ് ആണ് അല്ലെ? ദെൻ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എൻ. ബിക്കോസ് എക്സിൽ ഒരിക്കലും 1.2 1.3 ഒന്നും വരില്ലല്ലോ. ഇതിൽ നോക്കിക്കേ, 1.2 1.3 1.4 ഒന്നും വരില്ല. എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ 0.5 1.6 ഒക്കെ അതിൽ വരാവുന്നതാ. അതിന്റെ ഇടയിലുള്ള നമ്പേഴ്സ് ആണ് ഇതൊക്കെ. പക്ഷെ എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണെന്ന് പറഞ്ഞു. എക്സ് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എന്തായിരിക്കും? ഈ പോയിന്റ് വരുന്ന ഫ്രാക്ഷൻസ് ഒന്നും ഇതിൽ വരില്ല. ഈ 1 2 3 മാത്രമേ വരുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് എഴുതുക. എക്സ് സച്ച് ദാറ്റ് ഏതെങ്കിലും നമ്മൾ എല്ലാ എലമെന്റ്സിനെയും ഒരൊറ്റ നെയിമിൽ റെപ്രസെന്റ് ചെയ്യുക. അതായത് എക്സ് സച്ച് ദാറ്റ് എക്സ് പറയാണ് എന്താണ്? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4. ഞാൻ ആരുടെ ഇടയിലാണ്? 0ന്റെയും 4ന്റെയും ഇടയിലുള്ള നമ്പേഴ്സ് ആണ്. ആൻഡ് അതെന്ന് പറഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എൻ. ഞാൻ ഏത് സെറ്റിലുള്ളതാണ്? എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ് കേട്ടോ. അപ്പൊ എൻ എന്നുള്ള സെറ്റിലുള്ള ഒരു എലമെന്റ് ആണ് ഞാൻ. അപ്പൊ എന്തായിരിക്കും? 0ന്റെയും 4ന്റെയും ഇടയിലാണ്. എന്തായാലും 1 2 3 ആയിരിക്കും എക്സ് വരിക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് എന്തിൽ പഠിക്കാനുള്ളത്? സെറ്റ്സിൽ പഠിക്കാനുള്ളത്. സെറ്റിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്ന് പഠിക്കണം. ദെൻ എന്താണ് സെറ്റ് എന്ന് പഠിക്കണം. സെറ്റ് എന്താണ്? സെറ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ് സെറ്റ്. ദെൻ നോ റിപ്പീറ്റേഷൻ ഓഫ് എലമെന്റ് ആയിരിക്കും സെറ്റിലുണ്ട്. നോ റിപ്പീറ്റേഷൻ ഓഫ് എലമെന്റ് ആണ് സെറ്റിൽ വരുന്നത്. ദെൻ എന്തായിരിക്കും? അതെങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാന്ന് പഠിക്കണം. ഓക്കെ, അത്രയാണ് നമുക്ക് സെറ്റിൽ പഠിക്കാനുള്ളത്. ദെൻ നല്ലോണം പഠിക്കാം കേട്ടോ. ദെൻ ബൈ ബൈ.